ഭൂനികുതി 50% കുത്തനെ ഉയർത്തി തന്നെയാണ് സർക്കാരിൻ്റെ വരുമാന വർധനവിലേക്കുള്ള പ്രധാന വഴി. അതോടൊപ്പം തന്നെയാണ് കോടതി ഫീസിലെ വർധനവ്. 150 കോടി രൂപ സർക്കാർ ആ വഴിയിൽ പ്രതീക്ഷിക്കുന്നു. അതിൻ്റെ കണക്കെങ്ങനെയാണ്? സർഫാസി നിയമപ്രകാരം സ്കോഡ് അസറ്റിനുള്ള ഹർജി 1000 രൂപയാക്കുന്നു. മുൻകൂർ ജാമ്യാപേക്ഷ സെഷൻസ് കോടതിയിൽ 200 രൂപ 250 രൂപയ്ക്ക് വർദ്ധിപ്പിക്കുന്നു. കോർട്ട് ഫീസ് ജില്ലാ കോടതി, സബ് കോടതി 30ഉം 20 രൂപയെ വർദ്ധിപ്പിച്ചു. അപകടങ്ങളുടെ നഷ്ടപരിഹാരം ആവശ്യപ്പെടുമ്പോൾ ആ തുകയുടെ 1% തുകയായി കോടതി ഫീസ് വർദ്ധിപ്പിച്ചു. ഹൈക്കോടതി മുൻപാകെ ഫയൽ ചെയ്യുന്ന ഹേബിയസ് കോർപ്പസിനും പൊതുതാൽപര്യ ഹർജിക്കും നിലവിലുള്ള ഫീസ് ഒഴിവാക്കും. പക്ഷേ തെരഞ്ഞെടുപ്പ് കേസുകളിൽ ഫീസിന് നികുതി വർദ്ധിപ്പിക്കുന്നു. ആർട്ടിക്കിൾ 19 പ്രകാരമുള്ള കേസ് 5% ഫീസ് വർദ്ധിപ്പിക്കും. തദ്ദേശ സ്വയംഭരണ സ്ഥാപന ചട്ടപ്രകാരമുള്ള ഫീസുകളിലും വർധനവാണ്. ക്രിസ്റ്റീന ചെറിയാൻ തുടർന്ന്. ക്രിസ്റ്റീന, അപ്പോൾ സർക്കാരിന് പൈസ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ വരുമാനം ഉണ്ടാക്കാനുള്ള വഴികളിൽ ഭൂമി മാത്രമല്ല, കോടതിയുണ്ട്. അതെ, തീർച്ചയായിട്ടും കോടതി വഴിയും ഭൂമി വഴിയും ഒക്കെ നികുതി വർദ്ധിപ്പിച്ചതും ഫീസ് കൂട്ടിയതും ഒക്കെ വഴി വരുമാനം സർക്കാർ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ ഹാഷ്മി, ആ വരുമാനം എന്ന് പറയുന്നത് 100 കോടി 150 കോടി, ഈ വരുമാനം എന്തിനു പര്യാപ്തമാകും എന്നൊരു ചോദ്യമുണ്ട്. അപ്പോൾ നമ്മൾ വിമർശനാത്മകമായി കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഈ പറയുന്നത് പോലെ ഇപ്പോൾ വന്ന ആ വാർത്തയുണ്ടല്ലോ, കേന്ദ്ര സഹായം, അത് ഈ പറയുന്ന പോലെ അയ്യോ കഷ്ടം, അത് ഈ തീവ്ര ദുരന്തമാണ് വയനാടിന് എന്ന് പറയുകയല്ലാതെ അതിനപ്പുറമായി നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ ചെയ്തു കൊള്ളണം എന്ന് പറയുമ്പോൾ 2221 കോടി പുനരധിവാസം വേണ്ടെടുത്ത് സംസ്ഥാന സർക്കാർ മാറ്റിവെച്ചിരിക്കുന്ന 750 കോടിയാണ്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ അക്കാര്യത്തിൽ ഒരു കേന്ദ്ര സഹായം ഉണ്ടാകും എന്ന ഒരു പ്രതീക്ഷ അല്പസമയം മുമ്പാണ് ധനമന്ത്രി ഒരു പ്രത്യാശ പ്രകടിപ്പിച്ചിരുന്നത്. പക്ഷേ ആ കേന്ദ്ര സഹായം കിട്ടില്ല എന്ന കാര്യത്തിൽ ഏകദേശം ഉറപ്പായിരിക്കുന്നു. ഇനി കുറച്ച് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഈ ബജറ്റിൽ നോക്കുകയാണെങ്കിൽ, ഒന്ന്, കേരളത്തിൽ സാമ്പത്തിക സാക്ഷരത കൊണ്ടുവരാനുള്ള ഒരു ഫൈനാൻഷ്യൽ കോൺക്ലേവ് കൊണ്ടുവരാനുള്ള ഒരു പദ്ധതി, അതൊരു 2ാം സാമ്പത്തിക ഉൾച്ചേർക്കൽ അല്ലെങ്കിൽ ഒരു ഫൈനാൻഷ്യൽ ഇൻക്ലൂഷൻ 2.0 ആയിട്ട് നമ്മൾ കണക്ക് കൂട്ടുകയാണെങ്കിൽ ജനങ്ങളുടെ സാമ്പത്തിക സാക്ഷരത വർദ്ധിക്കുകയും അങ്ങനെ അവരുടെ സാമ്പത്തിക കാര്യങ്ങളിൽ നല്ല തീരുമാനങ്ങൾ എടുക്കുകയും സർക്കാരിന് ആ വകയിൽ കുറച്ച് തലവേദന മാറിക്കിട്ടുകയും ചെയ്യുമെന്ന് നമുക്ക് ഊഹിക്കാം. രണ്ടൊന്ന്, ഈ ഹോംസ് എന്ന് പറയുന്ന പദ്ധതികൾ നമുക്കറിയാം. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പല വീടുകളിലും പ്രവാസികളുള്ള വീടുകളിൽ മുതിർന്ന മാതാപിതാക്കളുള്ള വീടുകളുണ്ട്, അടഞ്ഞു കിടക്കുന്ന വീടുകളുണ്ട്, ഒന്നിലേറെ വീടുകളുള്ള ആൾക്കാരുണ്ട്, അത് വാടകയ്ക്ക് കൊടുക്കാൻ താല്പര്യപ്പെടാത്ത പ്രവാസികളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അത് ഹോംസായി കൺവേർട്ട് ചെയ്തതിന് ശേഷം അത് ഹോം സ്റ്റേകളായി ഉപയോഗിക്കാം. അത് ടൂറിസം വികസനത്തിന് ഒരു ആക്കം നൽകും എന്നുള്ളൊരു കാര്യം ധനമന്ത്രി പറയുന്നുണ്ട്. പിന്നെ ദിവസവേതനക്കാർക്ക് വേതനം 5% കൂട്ടിയിട്ടുണ്ട്. കേന്ദ്ര ബജറ്റിൽ നമ്മളൊരു പ്രഖ്യാപനം കണ്ടതാണ്, രാജ്യത്തെ ഒരു കളിപ്പാട്ട നിർമ്മാണ ഹബ്ബായി മാറ്റും. അപ്പോൾ എനിക്ക് തോന്നുന്നു അതിന്റെ ചുവട് പിടിച്ചായിരിക്കും കുടുംബശ്രീ അടക്കമുള്ള യൂണിറ്റുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് നമ്മൾ ഇവിടെയും ഒരു പ്രാദേശിക കളിപ്പാട്ട നിർമ്മാണ സംസ്കാരത്തിലേക്ക് പോകുന്നു. അതിനായിട്ടൊരു 5 കോടി രൂപ മാറ്റിവെച്ചിട്ടുണ്ട്. നികുതി ഇതര വരുമാനം വലിയ രീതിയിൽ കൂട്ടാനുള്ള ശ്രമങ്ങൾ ഇത്തവണയും ബജറ്റിൽ നടത്തിയിട്ടില്ല എന്നതും ശ്രദ്ധേയമായ കാര്യമാണ്. സ്റ്റാർട്ടപ്പുകൾക്കും MSMEകൾക്കും അത് നല്ലൊരു കാര്യമാണ്. 10 കോടി രൂപ വരെ 5% പലിശയിൽ. നമുക്കറിയാം, സാധാരണ നമ്മൾ ബാങ്കുകളിൽ നിന്നൊക്കെ ഈ സ്റ്റാർട്ടപ്പുകൾ അല്ലെങ്കിൽ IT സംരംഭകർ, MSMEകൾ, ചെറുകിട വ്യവസായ യൂണിറ്റുകളൊക്കെ വായ്പ എടുക്കുമ്പോൾ വലിയ പലിശയാണ് കൊടുക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് തന്നെ 10 കോടി രൂപ 5% പലിശയ്ക്ക് ലഭിക്കുകയാണെങ്കിൽ ആ വിഭാഗത്തിൽപ്പെട്ടവർക്കത് നല്ലൊരു കാര്യമാകാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ ചില പ്രഖ്യാപനങ്ങൾ പല മേഖലയെ സഹായിക്കുന്ന രീതിയിലുണ്ട്. കാർഷിക മേഖലയ്ക്ക്, വിദ്യാഭ്യാസ മേഖലയ്ക്ക്, ഗതാഗത മേഖലയ്ക്ക്, ടൂറിസം മേഖലയ്ക്ക് എന്നൊക്കെ പറഞ്ഞ് പണം മാറ്റിവെക്കുമ്പോഴും കഴിഞ്ഞ ബജറ്റിൽ നമ്മൾ കണ്ടത് ഓരോ പ്രഖ്യാപനങ്ങൾ ഉണ്ടെങ്കിലും ഒരല്പസമയത്തിന് ശേഷം ഏകദേശം 50% ഫണ്ട് ഇതിനൊക്കെ വെട്ടിക്കുറയ്ക്കുന്ന ഒരു കാഴ്ചയാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രഖ്യാപനങ്ങളിൽ കൃത്യമായ നടപടികൾ ഉണ്ടാകുമോ, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ സാമ്പത്തിക ഞെരുക്കം പറഞ്ഞ് ഇനി കൂടുതൽ വെട്ടിക്കുറവ് ഉണ്ടാകുമോ, പ്രഖ്യാപിച്ച പദ്ധതികളിൽ തന്നെ ഒരു പുനർവിചിന്തനം അല്ലെങ്കിൽ പുനഃക്രമീകരണം വരുമ്പോൾ ഈ പദ്ധതികളുടെ ഒക്കെ തുക വെട്ടിക്കുറയ്ക്കുമോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ മാത്രമല്ല, പ്രതിപക്ഷത പറയുന്നു പ്ലാൻ ബി എന്ന് പറഞ്ഞാൽ പ്ലാൻ വെട്ടിക്കുറയ്ക്കലാണ് പ്ലാൻ ബി എന്ന രീതിയിൽ പരിഹാസം ഉന്നയിക്കുന്നു പ്രതിപക്ഷത. എന്തായാലും വയനാട് തന്നെയാണ് ഈ ദുരന്തം മൂലമുണ്ടായ നഷ്ടത്തിന്റെ കണക്ക് ഏകദേശം 1202 കോടി രൂപയാണെന്ന് ധനമന്ത്രി ബജറ്റ് ഡോക്യുമെന്റിൽ പറയുന്നു. അതേസമയം തന്നെ 2221.1 കോടി രൂപ പുനർനിർമ്മാണത്തിലുള്ള പുനരധിവാസ ചെലവിന് വേണ്ടിവരുമെന്ന് കണ്ടെത്തിയത് ഈ PDNA ദുരന്താനന്തര ആവശ്യകത വിലയിരുത്തലിൽ കണ്ടെത്തി അത് കേന്ദ്രത്തിന് സമർപ്പിച്ചതാണ്. നമ്മുടെ കയ്യിലുള്ള SDMA മൊത്തത്തിൽ ചെലവാക്കിയാൽ പോലും അത് പീനട്സ് ആണ്, അതിൻ്റെ 7 അയലക്കത്ത് പോലും വരില്ല. അപ്പോൾ നിങ്ങളുടെ പണം സ്വന്തമായി കണ്ടെത്തൂ എന്ന് കേന്ദ്രം കോടതിയിലൊക്കെ പറഞ്ഞു. എത്രത്തോളം യാഥാർത്ഥ്യബോധവുമായി ചേർന്ന് നിൽക്കുന്നതാണെന്ന് അത്തരം വാദങ്ങൾ ഉന്നയിക്കുന്നവർ ആലോചിക്കട്ടെ. എന്തായാലും കോടതിയിൽ നിന്ന് കേന്ദ്രം അവരുടെ നിലപാടുകൾ കൂടി വ്യക്തമാക്കുകയാണ്. ഒരുപക്ഷേ കഴിഞ്ഞ കേന്ദ്ര ബജറ്റിൽ വയനാടിനെ കുറിച്ച് മിണ്ടാത്തത് ഒരുപക്ഷെ ആ സമീപനത്തിൻ്റെ ഒക്കെ പശ്ചാത്തലത്തിൽ തന്നെ ആവണം.